വാർത്താമഴ വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. പ്രേക്ഷകരെ ചേർത്ത് നിർത്തി ചരിത്രം കുറിച്ചിരിക്കുകയാണ് 24. കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ 24 സംഘടിപ്പിച്ച പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിലേക്ക് ഒഴുകിയെത്തിയത് ജനസഞ്ചയമാണ്. ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ ചരിത്ര നിമിഷം ഉദ്ഘാടനം ചെയ്തു. 24 ചെയർമാൻ ആലുങ്കൽ മുഹമ്മദ് കാരുണ്യ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു. വിവിധ കലാപരിപാടികളും നടന്നു. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. ലോകത്താദ്യമായി ഒരു വാർത്താ ചാനൽ സംഘടിപ്പിച്ച പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം. അതിൽ പങ്കാളികളായി ചരിത്രത്തിന്റെ ഭാഗമായത് ആയിരക്കണക്കിന് പേർ. രാവിലെ മുതൽ കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് ആളുകൾ ഒഴുകിയെത്തി. പിന്നെയും നീണ്ട കാത്തിരിപ്പിനൊടുവിൽ 2 മണിയോടെ സ്വപ്ന നിമിഷത്തിന് തിരശീല ഉയർന്നു. കാണികൾക്ക് സമ്മാനമായി ആദ്യം വേദിയിലെത്തിയത് 24ലെ അവതാരകരുടെ നൃത്തരൂപം. സംസ്ഥാന സമ്മേളനത്തിന്റെ ഉദ്ദേശലക്ഷ്യം വിവരിച്ച് ഫ്ലവേഴ്സ് MDയും 24 ചീഫ് എഡിറ്ററുമായ R. ശ്രീകണ്ഠൻ നായർ കാണികൾക്കിടയിലേക്ക്. ഹലോ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ ലോകത്തൊരു ടെലിവിഷൻ ചാനലും ചെയ്യാത്തൊരു കർമ്മ പദ്ധതിയാണ് ഇതിപ്പോൾ നടക്കാൻ പോകുന്നത്. പ്രേക്ഷകരെ പ്രത്യക്ഷമായി കാണാനും കാണാനും അവരോട് സംസാരിക്കാനും സമ്മതിക്കാനും ഒരു സംസ്ഥാന സമ്മേളനം സംഘടിപ്പിക്കുക സാധാരണഗതിയിൽ അത് നടക്കാത്തൊരു കാര്യമാണ്. പ്രേക്ഷകരും ചാനലും ഒറ്റക്കെട്ടായി മുന്നോട്ടെന്ന് വ്യക്തമാക്കി പ്രതിജ്ഞ. വർണ്ണവർഗ വ്യത്യാസമോ ജാതിമത ചിന്തയോ കക്ഷി രാഷ്ട്രീയമോ ഇല്ലാതെ 24 കണക്ട് അഖില ലോക തലത്തിൽ സംഘടിപ്പിക്കുന്ന മലയാളി ചങ്ങലയിൽ ഞാനും കണ്ണിയാകുന്നു. പ്രേക്ഷകരാണ് കരുത്തെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ. 24 എന്നും മനുഷ്യപക്ഷത്ത് തുടരുമെന്ന് ചെയർമാൻ ആലുങ്കൽ മുഹമ്മദ്. നിങ്ങളുടെ മനോഭാവം, നിങ്ങളുടെ സമർപ്പണം, അതായത് ഈ ചാനലിനോടുള്ള സമർപ്പണം, അതായത് അതൊരു വിശ്വാസം, സത്യം മാത്രമേ ഇതിൽ നിന്നും ഉണ്ടാവുകയുള്ളൂ. ഇത് നമ്മുടെ സമൂഹത്തിന് നല്ല രീതിയിൽ ആരോഗ്യപരമായ ഒരു മാനസികമായ ആരോഗ്യപരമായ കാര്യത്തിൽ മാത്രമേ ഇത് നയിക്കുകയുള്ളൂ എന്ന ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടായതിൻ്റെ പേരിലാണ് ചാനൽ ഇന്ന് ഇത്രത്തോളം ഉയരാനുള്ള കാരണം. പ്രളയം, ഒരുപാട് കെടുതികളും പലതും നമ്മുടെ നാട്ടിൽ പല സമയങ്ങളിലായി സംഭവിച്ചിട്ടുണ്ട്. ആ സമയത്തെല്ലാം 24ൻ്റെ സാന്നിധ്യം നിങ്ങളെല്ലാവരും കണ്ടതാണ്. അത്തരം അവസരങ്ങളിലും അത് ഏറ്റെടുക്കാനും പാവപ്പെട്ടവരെ സഹായിക്കാനും ഉള്ള ഒരു വേദിയും കൂടിയാണ് ഈ 24 കണക്റ്റിനെ കാണുന്നത്. പ്രേക്ഷകർക്കിടയിൽ നിന്ന് അവതാരകർ പരിപാടിയുടെ ഭാഗമായി. അവതാരകരും പ്രേക്ഷകരും തമ്മിലുള്ള ചാറ്റ് ഷോയും നവ്യാനുഭവമായി. സ്ഥലം ഞാൻ നൽകുന്നു. പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമല്ലോ. അതായത് നമ്മുടെ ഈ വീട് വെച്ചു കൊടുക്കാനുള്ള പദ്ധതിക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് 3 സെന്റ് പുരയിടം കൊടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു. എനിക്കൊരു ഓട്ടോമാറ്റിക് ഒരു വീൽ ചെയർ കിട്ടണം. നമ്മളൊരു വീൽ ചെയർ വാങ്ങിച്ചു തരും. കേരളത്തെ വീട് കിട്ടിയത് വലിയ സന്തോഷം. നമ്മുടെ ഇവിടെ വീട് കിട്ടിയ ആളാണ്. ആ 100 വീടുകളിൽ ഒരെണ്ണം കിട്ടിയ ആളാണ്. അപ്പൊ വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു. പ്രേക്ഷകർക്കിടയിൽ വാർത്താമുറിയൊരുക്കി ന്യൂസ് ബുള്ളറ്റിൻ. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ തർക്കങ്ങളിൽ കോൺഗ്രസിന് അതൃപ്തി. വിവാദ പ്രസ്താവനകൾ പാടില്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA. ഫ്ലവേഴ്സ് 24 കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ, കാരുണ്യ പദ്ധതികളുടെ പ്രഖ്യാപനം എന്നിവ പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ടു. 24 കൊച്ചി. 24 വാർത്താ അവതാരകരുടെ പ്രകടനത്തോടെയാണ് പ്രേക്ഷക സമ്മേളനത്തിന് തിരശീല ഉയർന്നത്. ഗായകൻ MG ശ്രീകുമാർ, സംഗീത സംവിധായകൻ ശരത്ത്, ഫ്ലവേഴ്സിന്റെ ജനപ്രിയ പരിപാടികളിലൂടെ ശ്രദ്ധ നേടിയ താരങ്ങളും കലാപ്രകടനങ്ങളുമായി രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലെ കാഴ്ചക്കാരെ ആവേശത്തിലാക്കി. വാർത്താവായനയിലൂടെ മാത്രം കണ്ടുപരിചയമുള്ള 24 അവതാരകരുടെ നൃത്തച്ചുവടുകളാണ് പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തെ സ്വാഗതം ചെയ്തത്. മലയാളികളുടെ പ്രിയ ഗായകൻ MG ശ്രീകുമാറും സംഗീത സംവിധായകൻ ശരത്തും പാട്ടുകളിലൂടെ ജനസദസ്സിനെ കയ്യിലെടുത്തു.
ഫ്ലവേഴ്സിന്റെ ജനപ്രിയ പരിപാടികളായ ടോപ്പ് സിംഗർ, മ്യൂസിക്കൽ വൈഫ് താരങ്ങളും കലാപ്രകടനങ്ങളുമായി വേദിയിൽ നിറഞ്ഞു. നോവുമാറ്റി കരകയറ്റും സ്നേഹിതരം നാം, ദേശം മലയാളം വേർതിരിവില്ലാത്ത നാട്, നാടിൻ അഭിമാനം കാത്തിടുന്ന സ്വർഗനാട്, ഇഷ്ടമോടെ അടിച്ചുപൊളി പാട്ടുപാടിയാണ് നടനും അനുകരണ കലാകാരനുമായ ടിനി ടോം അവതരിച്ചത്. പള്ളിക്കാരും പട്ടക്കാരും വീട്ടുകാരും നാട്ടുകാരും പാർട്ടിക്കാരും പോലീസുകാരും ചവിട്ടിക്കൂട്ടും ഓർത്തോട്ട. സമ്മേളനത്തിനെത്തിയ പ്രേക്ഷകർക്കിടയിൽ നിന്നും ചിലർ പാട്ടുപാടി കയ്യടി നേടി. അതിൽ വൈറ്റിലയിൽ നിന്നെത്തിയ 75-കാരിയുടെ സംഗീതം സമ്മേളനത്തിനെത്തിയവരുടെ ഉള്ളുലച്ചു. ഏതോ ജന്മകൽപ്പനയിൽ, ഏതോ ജന്മവീതികളിൽ ഇതാ നീ വീണ്ടും ഒരു മിമിക്രി, സംഗീത, നൃത്തപ്രകടനങ്ങളുമായി ഫ്ലവേഴ്സിലെ പരിപാടികളിലൂടെ ശ്രദ്ധേയരായ കലാകാരന്മാരും അഭിനേതാക്കളും സമ്മേളനത്തിന്റെ മാറ്റുകൂട്ടി. തീര 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 ചെറുതീര തുള്ളും, തീര 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 മറുതീര തുള്ളും, ചെറുകരയോളം മറുകരയോളം. ഫ്ലവേഴ്സിന്റെ സംഗീത സംരംഭമായ ഫ്ലവേഴ്സ് സിംഫണിയുടെ ഉദ്ഘാടനം ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ നിർവഹിച്ചു. എത്രയോ കലാകാരന്മാർ, ബുദ്ധിമുട്ടുന്ന കലാകാരന്മാരുണ്ട്, അവർ കഴിവുള്ള കലാകാരന്മാരുണ്ട്. അവർക്കൊക്കെ ഫ്ലവേഴ്സിൽ അതിനുള്ള തക്കതായ ചെറിയ കുഞ്ഞുങ്ങൾ മുതൽക്ക് പ്രായ ആളുകളും വരെയുള്ള ആളുകൾ, കലാകാരന്മാർക്ക് സന്ദർഭം കൊടുക്കുന്ന ഒരു വേദിയാണ് നമ്മുടെ ഫ്ലവേഴ്സ്. ചരിത്ര സമ്മേളനം വൈവിധ്യമാർന്ന കലാപ്രകടനങ്ങളിലൂടെ ജനഹൃദയങ്ങളിൽ എന്നും ഓർമ്മിക്കപ്പെടും. 24 കൊച്ചി. പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിൽ ബൃഹത് പദ്ധതിയായ മലയാളി ചെയിന് തുടക്കം കുറിച്ച് 24. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവരെ ചേർത്ത് നിർത്തുകയാണ് ലക്ഷ്യം. കുട്ടികളിൽ ഉണ്ടാകുന്ന ടൈപ്പ് 1 പ്രമേഹത്തിന് പ്രത്യേക ശ്രദ്ധ നൽകും. ജനക്ഷേമം ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതികൾ 24 കണക്റ്റിലൂടെ അടിയന്തര പ്രാധാന്യത്തോടെ പൂർത്തീകരിക്കുമെന്ന് 24ന്റെ ഉറപ്പ്. കഷ്ടതകളിൽ ആരും തനിച്ചല്ലെന്ന് ഓർമ്മപ്പെടുത്തി ഒറ്റപ്പെട്ടു പോയവർക്ക് താങ്ങാകാനുള്ള 24ന്റെ പദ്ധതി മലയാളി ചെയിന് തുടക്കമായി. കൊച്ചിയിൽ ചേർന്ന 24 പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിലാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത്. കുട്ടികളുടെ പ്രമേഹം എന്ന് പറയുന്നത്, ടൈപ്പ് 1 പ്രമേഹം എന്ന് പറയുന്നത് വലിയൊരു ശാപമായി മാറിയിട്ടുണ്ട്. സ്കൂളിലൊക്കെ 2ാം ക്ലാസ്സിലൊക്കെ പോകുന്ന കുട്ടികളൊക്കെ തന്നെ മെഡിസിൻ എടുത്തുകൊണ്ട് പോകുക, അവർ കൂടെ തന്നെ മെഷീനിലൂടെ മരുന്ന് കുത്തിവെച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെ പറയുന്ന അപകടകരമായ കാഴ്ചയിലൂടെ ഒരു 10 ലക്ഷം കുട്ടികളുണ്ടെന്നാണ് പറയുന്നത് ടൈപ്പ് 1 ഡയബറ്റിക് രോഗികളായി. അവരെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കവും 24 കണക്ട് നടത്തുന്നു. കുട്ടികളിൽ ഉണ്ടാകുന്ന ടൈപ്പ് 1 പ്രമേഹത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിയുള്ള പ്രവർത്തനങ്ങളും 24 ആരംഭിച്ചു. ജനക്ഷേമം ലക്ഷ്യമിട്ട് തുടങ്ങിയ പദ്ധതികൾ അടിയന്തര പ്രാധാന്യത്തോടെ പൂർത്തിയാക്കുമെന്നും 24ന്റെ ഉറപ്പ്. സ്വന്തമായി വീടില്ലാത്തവർക്ക് കൈത്താങ്ങാകുന്ന 24 3 വർഷം കൊണ്ട് 100 വീടുകൾ അർഹതപ്പെട്ടവർക്ക് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയുടെ ആദ്യഘട്ടം ആരംഭിച്ചു. ഭവനരഹിതരാണ് എപ്പോഴും നമ്മുടെ നാട്ടിൽ ഏറ്റവും സങ്കടമുള്ള ആളുകൾ. അവർക്ക് വേണ്ടി 100 വീടുകൾ, അതിൽ 5 വീടുകളുടെ പണി ഏതാണ്ട് തുടങ്ങാൻ പോവുകയാണ്. MA യൂസഫ് അലിയാണ് ആദ്യത്തെ 5 വീടുകൾ സംഭാവന ചെയ്ത്. അതുപോലെ നമുക്കെല്ലാം പ്രിയങ്കരായിരുന്ന കൊല്ലം സുധിയുടെ വീടും അവിടെ നിർമ്മാണത്തിലേക്ക്. വനിതകൾക്ക് ആത്മവിശ്വാസം നൽകി സമൂഹത്തിന്റെ മുൻനിരയിലെത്തിക്കുന്നതിന്റെ ഭാഗമായി സ്വയരക്ഷാ പരിശീലനം. 1 വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടിയുടെ ആദ്യഘട്ടത്തിനും തുടക്കമായി. ലഹരിയിൽ നിന്ന് യുവതലമുറയെ അകറ്റി നിർത്താൻ 24 കണക്റ്റിന്റെ ലഹരിമുക്ത ക്യാമ്പയിൻ. 2 വർഷം കൊണ്ട് കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളിലും സ്കൂളുകളിലും ലഹരി വിമുക്ത സന്ദേശം എത്തിക്കുകയാണ് ലക്ഷ്യം. 24 കൊച്ചി. നീതി തേടി പോരാടുന്നവരുടെ പ്രതിനിധിയായി കോഴിക്കോട് പന്തീരങ്കാവ് സ്വദേശി ഹർഷീന 24 പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിലെത്തി. സാധാരണക്കാരന് നീതിയിലേക്കുള്ള ദൂരം അകലെയാണെന്ന് മനസ്സിലായതോടെയാണ് സമരമുഖത്തേക്ക് ഇറങ്ങിയത്. ചികിത്സാ പിഴവിലൂടെ നിരവധി പേരാണ് ദുരിതമനുഭവിക്കുന്നത്. അവർക്കുകൂടി വേണ്ടിയാണ് പോരാട്ടത്തിൽ ഉറച്ചു നിന്നതെന്നും ഹർഷീന പറഞ്ഞു. പ്രസവ ശസ്ത്രക്രിയക്കിടെ ഹർഷീനയുടെ വയറ്റിൽ കത്രിക മറന്നുവെച്ച സംഭവം 24 ആണ് പുറത്തുവിട്ടത്. സമൂഹത്തിന് മുന്നിലേക്ക് വിവരം കൊണ്ടുവന്ന 24ന് ഹർഷീന നന്ദി പറഞ്ഞു. അതുകൊണ്ട് തന്നെ 24ന് തീർത്താൽ തീരാത്ത ഒരു കടപ്പാടുണ്ട്. ആദ്യമായിട്ട് ഈ ഒരു വിഷയം സമൂഹത്തിന് മുന്നിലേക്ക് എത്തിയത് 24ലൂടെയാണ്. അതുകൊണ്ട് തന്നെ സമൂഹം എന്താ പറയുക, മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത എല്ലാ മനുഷ്യരും അത്രയും ആത്മാർത്ഥതയോടുകൂടി എന്നോട് കൂടെ നിന്നു. ഒരിക്കലും നമ്മൾ ആരോഗ്യ പ്രവർത്തകർക്കോ ഡോക്ടേഴ്സിനോ എതിരല്ല, പക്ഷേ ഒരു തെറ്റ് പറ്റിയാൽ അത് ഏറ്റു പറഞ്ഞുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ
അത് അവർക്ക് കഴിഞ്ഞില്ല. ഇപ്പോഴും ഇതെടുത്തതിന് ശേഷം 1.5 വർഷത്തോളമായിട്ട് പോരാട്ടത്തിലാണ്. പൂർണ്ണ നീതിയിലെത്താൻ നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനയും പിന്തുണയും ഉണ്ടാവണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ചെറുപ്രായത്തിൽ മാതാവിന്റെയും അനിയന്റെയും സംരക്ഷണം ഏറ്റെടുക്കേണ്ടി വന്ന തിരുവനന്തപുരത്തെ നിഖിൽ വിനോദിന് 24 പ്രേക്ഷക സമ്മേളനത്തിൽ കൈത്താങ്ങ്. നിഖിലിന്റെ പഠനവും മാതാവിന്റെ ചികിത്സാ ചെലവും ഏറ്റെടുക്കുമെന്ന് വേദിയിൽ 24 ചെയർമാൻ ആലുങ്കൽ മുഹമ്മദിന്റെ ഉറപ്പ്. ഓട്ടിസ ബാധിതനായ അനുജനെയും രോഗിയായ അമ്മയെയും ചേർത്ത് പിടിക്കുന്ന ഒരു +2 വിദ്യാർത്ഥി. എന്റെ ലൈഫ് ഇവൻ നശിപ്പിച്ചു എന്നുള്ള രീതിയിൽ ഞാൻ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെച്ചോണ്ട് തന്നെ എനിക്ക് ഇവനെ എപ്പോഴും ഉപദ്രവിക്കണം. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി അതിജീവനത്തിന്റെ കരുതലിന്റെ പര്യായമായി മാറിയ 17 വയസ്സുകാരൻ, പ്രതിസന്ധികളെ ചിരിച്ചു തോൽപ്പിച്ച നിഖിൽ വിനോദ്, പാർക്കിൻസൺസ് ബാധിച്ച മാതാവിനും ഓട്ടിസം ബാധിച്ച അനുജന്റെയും ഏക ആശ്രയം. ഇനി നിഖിൽ തനിച്ചല്ല, 24 ഉണ്ട് ഒപ്പം. കേരളത്തിലെ ഒരു വിദ്യാർത്ഥിക്കും ആലോചിക്കാൻ കഴിയാത്ത രീതിയിൽ ആദ്യം 4 മണിക്കൊക്കെ എഴുന്നേറ്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് ഈ ടോയ്ലറ്റിൽ കൊണ്ടുപോകുന്ന അപ്പു അടുക്കളയിൽ ജോലികൾ ചെയ്യുക, ഭക്ഷണം വയ്ക്കുക, ഇതെല്ലാം ചെയ്തിട്ട് ഒരു കളിപ്പാട്ടം പോലും ജീവിതത്തിൽ അമ്മയോട് ആവശ്യപ്പെട്ടിട്ടില്ലാത്ത ഒരു മകനാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഈ നിഖിൽ. നിഖിലിന്റെ പഠനവും മാതാവിന്റെ ചികിത്സാ ചെലവും ഏറ്റെടുത്തുന്ന 24 ചെയർമാൻ ആലുങ്കൽ മുഹമ്മദിന്റെ പ്രഖ്യാപനം. ഏറ്റവും വലിയ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു കാര്യമാണത്. നിങ്ങൾ കണ്ടുപഠിക്കേണ്ടത് നിഖിലിനെയാണ്. നിഖിലിനെ പോലെ എങ്ങനെ ജീവിതത്തിൽ നേരിടണമെന്ന് നിങ്ങൾ അവനെ കണ്ടുപഠിക്കണം. പ്രതിസന്ധി ഘട്ടങ്ങളെ ചെറുചിരിയോടെ മാത്രം വിവരിക്കുന്ന നിഖിലിന് കരുതലിന്റെ തണലിലേക്ക് ചേർന്നു നിന്നപ്പോൾ വാക്കുകൾക്ക് ക്ഷാമം. ഈ വാർത്ത വരുമ്പോൾ എനിക്ക് അഭിമാനമാണ്. കാരണം ഇവരെ ഞാൻ നോക്കുന്നുണ്ട്, ഇവരെൻ്റെ അമ്മയും അനിയനുമാണ് എന്നെനിക്ക് ലോകത്തോട് വിളിച്ച് പറയാം. അഭിമാനമാണ് എനിക്ക്. നാളെയാണ് നിഖിൽ വിനോദ് പങ്കെടുത്ത ഫ്ലവേഴ്സ് ഒരു കോടിയുടെ എപ്പിസോഡ് പ്രക്ഷേപണം ചെയ്യുക. 24 കൊച്ചി. ഇനി മറ്റ് റിപ്പോർട്ടുകളിലേക്കാണ്. ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നു. കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിലെ ബെൽത്തങ്കടിയിൽ പടക്ക നിർമ്മാണശാലയിൽ സ്ഫോടനം. 2 മലയാളികളടക്കം 3 പേർക്ക് ദാരുണാന്ത്യം. 1 മലയാളി അടക്കം 6 പേർക്ക് പരിക്കേറ്റു. മലപ്പുറം സ്വദേശിയായ ബഷീറിന്റെ ഫാമിലാണ് പടക്ക നിർമ്മാണശാല പ്രവർത്തിച്ചിരുന്നത്. ഫാം ഉടമയടക്കം 2 പേർ കസ്റ്റഡിയിലായിട്ടുണ്ട്. മനീഷ് മൂർത്തി വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ചേരുന്നുണ്ട്. മനീഷ്, എന്താണ് ഇങ്ങനെ ഒരു അപകടത്തിലേക്ക് നയിച്ചത്? ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? ഈ ജീവൻ നഷ്ടമായവരുടെ വിശദാംശങ്ങളൊക്കെ എങ്ങനെയാണ് മനീഷ്? ശ്രീജിത്ത്, 2 മലയാളികളാണ് മരിച്ചിട്ടുള്ളത്. മാത്രമല്ല 1 മലയാളിക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. അതായത് 6 പേർക്കാണ് ആകെ പരിക്കേറ്റിട്ടുള്ളത്. അതിൽ 2 പേര് ഒരാൾ മലയാളിയാണ്. 2 മലയാളികൾ മരിച്ചിരിക്കുന്നു. പടക്ക നിർമ്മാണശാലയിൽ ജോലി ചെയ്തിരുന്ന സ്വാമി, അതുപോലെ തന്നെ വർഗീസ് എന്നിവരാണ് മരിച്ച 2 മലയാളികൾ. ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ദക്ഷിണ കന്നഡയിലുള്ള ബെൽത്തങ്കടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു അപകടം നടക്കുന്നത്. ഇതിന്റെ അപകടത്തിന്റെ വിശദാംശങ്ങൾ, അതായത് എന്താണ് കാരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് ഇനിയിപ്പോഴും അതിന്റെ വിശദാംശങ്ങളൊക്കെ ശേഖരിച്ചു വരുന്നതേ ഉള്ളൂ. പോലീസും അതുപോലെ തന്നെ അഗ്നിരക്ഷാ സേനയും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ ശേഖരിച്ചു വരുന്നതേ ഉള്ളൂ. സാധാരണ നിലയിൽ ഈ രാസമിശ്രിതം തയ്യാറാക്കുമ്പോഴോ അല്ലെങ്കിൽ വൈദ്യുതിയിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഇത്തരം അപകടങ്ങൾക്ക് കാരണമാകാറ്. പക്ഷെ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് എന്തായാലും കൃത്യമായ വിവരങ്ങളൊന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഇന്നിപ്പോൾ വൈകിട്ടാണ് ഈ ഒരു അപകടം ഉണ്ടായത്. 9 പേരാണ് ഈ അപകടം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത്. അതിൽ 3 പേർ മരിച്ചു. അതിൽ 2 മലയാളികളുണ്ട്. 6 പേർക്ക് പരിക്കുണ്ട്. അതിൽ 1 മലയാളികളുമുണ്ട്. എന്തായാലും മലപ്പുറം സ്വദേശിയായിട്ടുള്ള ബഷീറിന്റെ ഫാമിനകത്താണ് ഈ ഒരു പടക്ക നിർമ്മാണശാല പ്രവർത്തിച്ചിരുന്നത്. സോളിഡ് ഫയർ വർക്സ് എന്ന പേരിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ഈ സ്ഥാപനത്തിന് ലൈസൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനങ്ങൾ അവിടെ നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് എന്തായാലും പ്രാഥമികമായി പോലീസും അതുപോലെ തന്നെ അഗ്നിരക്ഷാ സേനയും എല്ലാം തന്നെ അന്വേഷണം നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട് എന്തായാലും നിലവിൽ ഇപ്പോൾ ഫാം ഉടമയും അതുപോലെ തന്നെ ഫാം ഉടമ ഉൾപ്പെടെ 2 പേരെ എന്തായാലും നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവരെ ചോദ്യം ചെയ്തു വരികയാണ്. അവരിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങൾ ശേഖരിച്ചു വരികയാണ്. 9 പേരാണ് ഈ അപകടം നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നത്. അതിൽ 3 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. 6 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുമുണ്ട്. മനീഷ്, ഈ പരിക്കേറ്റവരിലും 1 മലയാളി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഈ ആശുപത്രിയിൽ നിന്നൊക്കെ ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? ഇവരെ പെട്ടെന്ന് ആശുപത്രിയിലേക്കൊക്കെ എത്തിക്കാൻ കഴിഞ്ഞിരുന്നോ മനീഷ്? റീജിത്ത്, അതായത് ഈ സ്ഫോടനത്തോടു കൂടി തന്നെ ആ ഒരു ചെറിയ കെട്ടിടം പൂർണ്ണമായും തന്നെ തകർന്നിട്ടുണ്ട്. എല്ലാവരും ഈ കെട്ടിടത്തിനകത്തായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെ അതായത് ഗുരുതരം തന്നെയാണ്. ഇവരുടെ ഒക്കെ പരിക്ക് എന്തായാലും ഗുരുതരമായ അവസ്ഥയിൽ തന്നെ ഉള്ളതാണ്. ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ആ രീതിയിൽ തന്നെയാണ്. 1 മലയാളി ഉൾപ്പെടെ 6 പേരാണ് നിലവിൽ അവിടെ ഇപ്പോൾ ചികിത്സയിലുള്ളത്. സമീപത്തെ ആശുപത്രിയിലാണ് ഇവരെ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങളും പരിക്ക് ഗുരുതരമാണ് എന്ന് തന്നെയാണ്. പൊള്ളലേറ്റിട്ടുള്ളത് ഗുരുതരമായി തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും 3 മരണം ഇതുവരെ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 6 പേർക്ക് പരിക്കുണ്ട്. അതിൽ 1 മലയാളിയുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ടുള്ള
പരിശോധനകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. ശരി, പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ 2 മലയാളികളടക്കം 3 പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഒരു മലയാളി അടക്കം 6 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഫാം ഉടമയടക്കം 2 പേർ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. വാർത്താമഴയിലേക്ക് വീണ്ടും. നിതീഷ് കുമാർ വീണ്ടും ബീഹാർ മുഖ്യമന്ത്രി. മഹാസഖ്യത്തെ വീഴ്ത്തി BJP പിന്തുണയോടെ നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. നിതീഷിനൊപ്പം 8 MLA-മാരും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. സാമ്രാജ് ചൗധരിയും വിജയ് സിൻഹയും ഉപമുഖ്യമന്ത്രിമാരാകും. BJP അംഗം നന്ദകിഷോർ യാദവാണ് സ്പീക്കർ. 2024 JDU നാമാവിശേഷമാകുമെന്ന് RJD നേതാവ് തേജസ്വി യാദവ് പ്രതികരിച്ചു. അത്യന്തം നാടകീയമായ രാഷ്ട്രീയ ചുവടുമാറ്റങ്ങൾക്കാണ് ബീഹാർ ഒരിക്കൽ കൂടി സാക്ഷ്യം വഹിച്ചത്. കർപ്പൂരി ഠാക്കൂറിന് ഭാരത് രത്ന പ്രഖ്യാപിച്ചതിന് പിന്നാലെ പട്നയിൽ രൂപം കൊണ്ട രാഷ്ട്രീയ അനിശ്ചിതത്വം അവസാനിപ്പിച്ച നിതീഷ് കുമാർ JDU യോഗത്തിന് ശേഷം ഗവർണർ രാജേന്ദ്ര അർലേക്കറിനെ കണ്ട് രാജി സമർപ്പിച്ചു. तो वही सब लोगों की राय, अपने पार्टी के लोगों की राय, चारों तरफ से राय आ रही थी, तो हमने सब लोगों की बात को सुन लिया, तो इसीलिए आज हमने इस्तीफा दे दिया. अब ये जो भी सरकार थी वो समाप्त कर दिया गया. 1.5 മണിക്കൂറിനകം BJP നേതാക്കൾക്കൊപ്പം ഗവർണറെ കണ്ട് പിന്തുണ കത്ത് നൽകി സർക്കാർ ഉണ്ടാക്കാൻ അവകാശവാദം ഉന്നയിച്ചു. വൈകിട്ട് 5 മണിക്ക് നിതീഷ് 9ാം തവണയും മുഖ്യമന്ത്രിയായി സത്യവാചകം ചൊല്ലി. नीतीश कुमार सत्यनिष्ठा से प्रतिज्ञान करता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा. ചടങ്ങിൽ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ NDA ഘടകകക്ഷി നേതാക്കൾക്കൊപ്പം പങ്കെടുത്തു. ഉപമുഖ്യമന്ത്രിമാരായി സാമ്രാജ് ചൗധരിയും വിജയ് സിൻഹയും അടക്കം 3 BJP മന്ത്രിമാരും 3 JDU അംഗങ്ങൾ ഉൾപ്പെടെ 8 പേർ കൂടി സത്യപ്രതിജ്ഞ ചെയ്തു. മുതിർന്ന BJP അംഗം നന്ദകിഷോർ യാദവാണ് സ്പീക്കർ. മഹാസഖ്യത്തിൽ നിന്ന് വരെ മറുകണ്ഠം ചാടാനുള്ള സാധ്യത മുന്നിൽ കണ്ട RJD പ്രതിരോധ നീക്കങ്ങൾ പാതിവഴിയിൽ ഉപേക്ഷിച്ചു. കളി ഇനിയും ബാക്കിയുണ്ടെന്ന് തേജസ്വി യാദവ്. आज तक कभी नियुक्ति पत्र किसी सरकारों बिहार सरकार नीतीश कुमार जी को बांटते हुए देखे थे क्या? हम आए तब ना बंटवाना शुरू किए. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകൾ സ്വന്തമാക്കാൻ ലക്ഷ്യം വെച്ചാണ് വൈരം മറന്ന BJPയും JDUവും വീണ്ടും കൈകോർത്തത്. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി ഏറ്റവും കൂടുതൽ തവണ സത്യപ്രതിജ്ഞ ചെയ്യുന്ന പുതിയ ചരിത്രം നിതീഷ് കുമാർ പാടലീപുത്രത്തിൽ രചിച്ചപ്പോൾ തകർക്കപ്പെടുന്നത് ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ആത്മാവാണ്. പട്നയിൽ നിന്നും ആശിഷ് മട്ടുവിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. അധികാര രാഷ്ട്രീയത്തിൽ മുന്നണി മാറ്റങ്ങളുടെ സ്പെഷ്യലിസ്റ്റാണ് നിതീഷ് കുമാർ. ജനതാ പാർട്ടിയിൽ നിന്ന് സമതാ പാർട്ടിയിലേക്കും അവിടെ നിന്ന് JDUവിലേക്കും എത്തിയ നേതാവാണ് നിതീഷ് കുമാർ. മുന്നണികൾ മാറി മാറി ഇത് 9ാം തവണയാണ് മുഖ്യമന്ത്രിയാകുന്നത്. 1974 മുതൽ 1977 വരെ ജയപ്രകാശ് നാരായണനൊപ്പം സോഷ്യലിസ്റ്റ് മൂവ്മെന്റിൽ. 1977 നിതീഷ് കുമാർ ജനതാ പാർട്ടിയിലെത്തി. 1994 ജോർജ് ഫെർണാണ്ടസിനൊപ്പം സമതാ പാർട്ടി രൂപീകരിച്ചു. 1996 BJPയുമായി സഖ്യമുണ്ടാക്കി. 2000 BJP പിന്തുണയോടെ നിതീഷ് കുമാർ ആദ്യമായി ബീഹാർ മുഖ്യമന്ത്രിയായി. സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാനാകാതെ 8ാം ദിവസം സ്ഥാനമൊഴിഞ്ഞു. 2003 സമതാ പാർട്ടി JDUവിൽ ലയിച്ചതോടെ നിതീഷ് കരുത്തരായി. 2005 JDU NDAയിൽ ചേരുകയും നിതീഷ് കുമാർ 2ാം വട്ടം മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. ഇത്തവണ 5 വർഷം തികച്ചു. 2010 NDA സഖ്യത്തിനൊപ്പം 3ാം വട്ടം മുഖ്യമന്ത്രിയായി. 2013 UPയിൽ ചേർന്നു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ JDUവിനുണ്ടായ തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചുവെങ്കിലും പാർട്ടി വിശ്വാസമർപ്പിച്ചതിനെ തുടർന്ന് 4ാം തവണയും പദവിയിൽ തിരിച്ചെത്തി. 2015 ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RJDക്കും കോൺഗ്രസിനുമൊപ്പം മഹാഗഡ്ബന്ധൻ സഖ്യമുണ്ടാക്കി അധികാരത്തിലേറി. തേജസ്വി യാദവിനോട് കലഹിച്ച നിതീഷ് 2017 BJP പിന്തുണയോടെ ഭരണം നിലനിർത്തി. 2020 77 സീറ്റ് നേടി BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായെങ്കിലും 43 സീറ്റ് നേടിയ JDU നേതാവ് നിതീഷ് കുമാർ 7ാം തവണ മുഖ്യമന്ത്രിയായി. 2022 ഓഗസ്റ്റിൽ സഖ്യകക്ഷിയായ BJP JDUവിനെ പിളർത്താൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ച് മുഖ്യമന്ത്രി പദം രാജിവെച്ചു.
2002 80 സീറ്റുള്ള RJDയുടെയും 19 സീറ്റുള്ള കോൺഗ്രസിന്റെയും മറ്റ് സഖ്യകക്ഷികളുടെയും പിന്തുണയോടെ മഹാഗഡ്ബന്ധൻ സഖ്യത്തിൽ ചേർന്ന് 8ാം തവണയും ബീഹാർ മുഖ്യമന്ത്രിയായി. ഇപ്പോഴിതാ BJP നേരിടുക എന്ന പൊതുലക്ഷ്യത്തോടെ രൂപീകരിച്ച ഇന്ത്യ സഖ്യത്തിന്റെ നേതൃപദവി ലഭിക്കില്ല എന്ന് വന്നതോടെയാണ് നിതീഷ് പലവിധ കാരണങ്ങൾ പറഞ്ഞ് BJP പിന്തുണയോടെ ബീഹാറിൽ പുതിയ മന്ത്രിസഭ രൂപീകരിക്കാൻ ഒരുങ്ങുന്നത്. റിസർച്ച് ഡെസ്ക് 24. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ് യാത്ര ബംഗാളിൽ പര്യടനം പുനരാരംഭിച്ചു. 2 മണിയോടെ ജൽപൈഗുരി ജില്ലയിൽ നിന്നാണ് പര്യടനം തുടങ്ങിയത്. യാത്രയിൽ മമതയെ പങ്കെടുപ്പിക്കാനുള്ള കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ശ്രമം വിജയിച്ചില്ല. വൻ രാഷ്ട്രീയ നാടകം നടന്ന ബീഹാറിലാണ് നാളത്തെ യാത്ര. ബീഹാറിലെ തിരിച്ചടിയും സീറ്റ് വിഭജനത്തിൽ തൃണമൂലും കോൺഗ്രസും തമ്മിലുള്ള തർക്കവും കോൺഗ്രസ് വലിയ രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുന്ന സന്ദർഭത്തിൽ കൂടിയാണ് ഭാരത് ജോഡോ ന്യായ് യാത്ര പുനരാരംഭിച്ചത്. മുഖ്യമന്ത്രി മമതാ ബാനർജിയെ യാത്രയിൽ പങ്കെടുപ്പിക്കുവാനുള്ള കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ശ്രമം വിഫലമായി. രാഹുലിന്റെ യാത്രയ്ക്കെതിരെ വീണ്ടും വിമർശനവുമായി ഹിമന്ത ബിശ്വ ശർമ്മ എത്തി. പോലീസ് റിക്രൂട്ട്മെന്റ് പരീക്ഷ ചൂണ്ടിക്കാട്ടി സിലിഗുഡി ജില്ലയിലെ യാത്രയോടനുബന്ധിച്ചുള്ള പൊതുയോഗത്തിന് പോലീസ് ഇതുവരെ അനുമതി നൽകിയിട്ടില്ല. മാറിമറിഞ്ഞ രാഷ്ട്രീയ സാഹചര്യത്തിൽ 2 ദിവസത്തെ പര്യടനത്തിനായി നാളെ യാത്ര ബീഹാറിൽ കടക്കും. 24 ഡൽഹി. തമിഴ്നാട്ടിൽ DMK മുന്നണിയിലെ ലോക്സഭാ സീറ്റ് വിഭജന ചർച്ച തുടങ്ങി. കോൺഗ്രസുമായി നടന്ന പ്രാഥമിക ചർച്ചയിൽ സീറ്റുകളുടെ കാര്യത്തിൽ ധാരണയായില്ല എന്നാണ് സൂചന. 14 സീറ്റുകൾ വേണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. DMK ആസ്ഥാനമായ അണ്ണ അറിവാലയത്തിൽ വൈകിട്ടായിരുന്നു ചർച്ച. 1 മണിക്കൂർ നീണ്ട പ്രാഥമിക ചർച്ച വിജയകരമായിരുന്നുവെന്നാണ് കോൺഗ്രസിന്റെ പ്രതികരണം. സീറ്റുകൾ സംബന്ധിച്ച് പ്രചരിക്കുന്ന കാര്യങ്ങളിൽ വസ്തുതയില്ലെന്നും ഇന്ത്യ മുന്നണി തമിഴ്നാട്ടിൽ വൻ വിജയം നേടുമെന്നും കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദ്. All our senior colleagues will be with us. We'll be able to move forward on the future of the coming elections. I think everything is looking very positive and pointing in the right direction. 14 സീറ്റുകളാണ് കോൺഗ്രസ് ആവശ്യം. എന്നാൽ 2019 പോലെ 9 സീറ്റുകൾ നൽകാമെന്ന നിലപാടിലാണ് DMK. 2ാം ഘട്ട ചർച്ചകൾ ഉടൻ നടക്കും. ഘടകകക്ഷികളുമായി സീറ്റ് വിഭജനത്തിനായി രൂപീകരിച്ച സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു ചർച്ച. TR ബാലു MP-യാണ് സമിതി അധ്യക്ഷൻ. 24 ചെന്നൈ. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ആം ആദ്മി പാർട്ടി. 90 നിയമസഭാ സീറ്റിലും ആം ആദ്മി പാർട്ടി മത്സരിക്കും. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി മത്സരിക്കുമെന്നും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞു. ഈ വർഷം അവസാനമാണ് ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. हरियाणा का बेटा हूँ, हरियाणा का खून है मेरे अंदर, जेल से डरने वाला नहीं हूँ. इनको कहना चाहता हूँ हरियाणा वालों को डराने की कोशिश मत करना. आज मैं इनको कहना चाहता हूँ ये केजरीवाल को खत्म करना चाहते हैं. मैं ऐलान कर रहा हूँ, तुम मेरे ऊपर मेरे को टारगेट कर रहे हो ना, मैं राजनीति छोड़ दूंगा. मेरी 5 मांगे हैं जो इस देश के लोगों की मांगे हैं. 140 करोड़ लोगों की मांग है. आप मेरी 5 मांग पूरी कर दो, मैं राजनीति छोड़ दूंगा. मैं यहाँ सत्ता के लिए नहीं आया, मैं यहाँ पैसे कमाने नहीं आया, मैं मंत्री मुख्यमंत्री बनने नहीं आया. വാർത്താമഴയിലേക്ക് വീണ്ടും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയ അസാധാരണ പ്രതിഷേധത്തോട് അതിവേഗം പ്രതികരിച്ച കേന്ദ്ര നടപടിയെ സംശയിച്ച് CPIM. CRPFനെ സുരക്ഷ ഏൽപ്പിച്ചതും ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടിയതും സർക്കാരും ഗൗരവമായാണ് കാണുന്നത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രൂക്ഷ വിമർശനമാണ് ഇന്നും നേതാക്കൾ ഉന്നയിച്ചത്. സംസ്ഥാനത്തെ ക്രമസമാധാന നില തകർന്നു എന്ന് വരുത്തി തീർക്കാനാണ് ഗവർണറുടെ ശ്രമമെന്ന് CPIM-ഉം സർക്കാരും സംശയിക്കുന്നു. കേന്ദ്ര സുരക്ഷ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് ഗവർണർ പറയുന്നുണ്ടെങ്കിലും ഗവർണറുടെയും രാജ്ഭവന്റെയും ആവശ്യപ്രകാരമാണ് CRPF മിന്നൽ വേഗത്തിൽ സുരക്ഷ ഏറ്റെടുത്തത്. ഇക്കാര്യം സ്ഥിരീകരിച്ച് വാർത്ത പുറത്തുവിട്ടതും രാജ്ഭവൻ തന്നെ. നേരത്തെ ഗവർണർക്കെതിരെ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തയച്ചിരുന്നു. ആ കത്തിന്റെ പകർപ്പ് ലഭിച്ചിട്ടും പ്രതികരിക്കാതിരുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ് ഇന്നലെ ഗവർണർക്ക് CRPF സുരക്ഷ നൽകാനുള്ള തീരുമാനമെടുത്തത്. ഗവർണറുമായി സന്ധിയില്ലെന്ന നിലപാടിൽ തന്നെയാണ് CPIM. CRPF അല്ല, പട്ടാളം വന്നാലും പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കേന്ദ്ര ഗവൺമെന്റിന്റെ പൂർണ്ണമായ പിന്തുണയോടുകൂടിയാണ് ഈ വിഡ്ഢിവേഷം യഥാർത്ഥത്തിൽ ഗവർണർ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തിരിച്ചു വിളിച്ചു എന്ന് പറയുന്നത് കൊണ്ടും വേറെ വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. അദ്ദേഹം പോയി ഒരു എക്സ് പോയി വൈ വരും. കേന്ദ്രസേനയെ രാജ്ഭവനിലേക്ക് അയച്ച നടപടി ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണെന്ന് LDF കൺവീനർ EP ജയരാജൻ കുറ്റപ്പെടുത്തി. കേരളത്തിലേക്ക് പോലീസിനെ അയച്ച നടപടി തികച്ചും ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ നഗ്നമായ ലംഘനമാണത്. ഇത് ഇന്ത്യയുടെ
ചരിത്രത്തിലില്ലാത്തൊരു സംഭവമാണ്. സംസ്ഥാനത്തെ ക്രമസമാധാന പാലനത്തിൽ കൈകടത്താൻ BJP ശ്രമിക്കുന്നുവെന്ന് മുൻ മന്ത്രി ഡോക്ടർ തോമസ് ഐസക് ആരോപിച്ചു. വിഷയത്തിൽ സർക്കാരിനെയും ഗവർണറെയും തള്ളുന്നതാണ് പ്രതിപക്ഷ നിലപാട്. CRPFനെ ക്ഷണിച്ചു വരുത്തിയതാണെന്ന് കെ മുരളീധരൻ MP. അദ്ദേഹം ഭരണത്തലവനാണ്. ആ നിലയിൽ കുറെ കൂടെ കാര്യങ്ങൾ പക്വതയോടെ കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു. അതിനു പകരം തെരുവിൽ നടത്തിയ ഇന്നലത്തെ ആ കാര്യം അത് വളരെയധികം മോശമായിപ്പോയി. മുഖ്യമന്ത്രി CRPFനെ അപമാനിച്ചു എന്നാരോപിച്ച് കേന്ദ്ര സഹമന്ത്രി V മുരളീധരനും രംഗത്തെത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ഗവർണർക്ക് കേന്ദ്രസേനയുടെ സുരക്ഷയുണ്ടെങ്കിലും രാജ്ഭവനിൽ പോലീസിന്റെ സുരക്ഷ തുടരും. കേന്ദ്രസേനയെ നിയോഗിച്ച ഉത്തരവ് ഔദ്യോഗികമായി കിട്ടിയ ശേഷം തുടർ തീരുമാനമെന്നാണ് സർക്കാരിന്റെ നിലപാട്. പോലീസിന്റെ ഭാഗത്തുനിന്ന് തനിക്ക് വേണ്ട രീതിയിലുള്ള സുരക്ഷ കിട്ടുന്നില്ല എന്നായിരുന്നു ഗവർണറുടെ പരാതി. പലതവണ പറഞ്ഞ പരാതിക്ക് പിന്നാലെ ഇന്നലെ നടന്ന നാടകീയ സംഭവങ്ങൾ കൂടിയായതോടെ കേന്ദ്രസേനയെ സുരക്ഷയ്ക്ക് നിയമിച്ചു. CRPFിലെ ഉദ്യോഗസ്ഥർ രാജ്ഭവനിൽ സുരക്ഷയ്ക്കെത്തിയത് ഇന്നലെ വൈകുന്നേരം മുതൽ. പള്ളിപ്പുറത്തു നിന്നെത്തിയ 31 അംഗ സംഘമാണ് ഗവർണർക്ക് സുരക്ഷയൊരുക്കുന്നത്. എന്നാൽ രാജ്ഭവൻ ഗേറ്റിന്റെ ഉൾപ്പെടെയുള്ള ചുമതല ഇവർ ഏറ്റെടുത്തിട്ടില്ല. CRPF സുരക്ഷ ഏർപ്പെടുത്തിയതായുള്ള കേന്ദ്ര ഉത്തരവ് ലഭിച്ച ശേഷമാവും പോലീസിന്റെ തുടർ തീരുമാനം. ഇത് സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിക്കും DGPക്കുമാണ് ഉത്തരവ് ലഭിക്കേണ്ടത്. ഉത്തരവ് വൈകുന്നതിന്റെ കാര്യം വ്യക്തമല്ല. സുരക്ഷയ്ക്കെത്തിയ CRPF ഉദ്യോഗസ്ഥർ രാജ്ഭവനുള്ളിൽ തുടരുന്നുമുണ്ട്. അതിനിടെ കേന്ദ്രസേനയ്ക്കുള്ള ചിലവ് സംബന്ധിച്ചും അനിശ്ചിതത്വം നിലനിൽക്കുന്നു. കേന്ദ്രം സ്വമേധയെയാണ് CRPFനെ നിയോഗിച്ചതെന്നാണ് ഗവർണറുടെ നിലപാട്. അതിനാൽ ചിലവ് സംസ്ഥാനം വഹിക്കേണ്ട എന്ന വിലയിരുത്തലിലാണ് സർക്കാർ. കേന്ദ്ര ഉത്തരവ് ലഭിച്ച ശേഷം ഇക്കാര്യത്തിലും അന്തിമ തീരുമാനമെടുക്കും. സംസ്ഥാന സർക്കാർ ചെലവ് നൽകണമെന്നാണ് കേന്ദ്ര ഉത്തരവെങ്കിൽ രാജ്ഭവൻ അനുവദിച്ച തുകയിൽ നിന്ന് ഈടാക്കണമെന്നതാണ് സർക്കാർ നിലപാട്. 24 തിരുവനന്തപുരം. കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചതിൽ എയർ ഇന്ത്യയെ കുറ്റപ്പെടുത്തി മന്ത്രി V അബ്ദുറഹിമാൻ. വിദേശ വിമാന കമ്പനികൾ കുറഞ്ഞ നിരക്കിൽ സർവീസ് നടത്തുമ്പോഴാണ് എയർ ഇന്ത്യ തീർത്ഥാടകരെ കൊള്ളയടിക്കുന്നതെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി. നിരക്ക് കുറയ്ക്കാൻ എയർ ഇന്ത്യയോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടണമെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നെടുമ്പാശ്ശേരി, കണ്ണൂർ വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് കരിപ്പൂരിൽ നിന്ന് പോകുന്ന തീർത്ഥാടകർ 75,000 രൂപയാണ് അധികമായി നൽകേണ്ടത്. എയർ ഇന്ത്യയാണ് കരിപ്പൂരിൽ നിന്ന് സർവീസ് നടത്തുന്നത്. കേന്ദ്രമന്ത്രിയോട് അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടതായി മന്ത്രി V അബ്ദുറഹ്മാൻ. അവർ അടിയന്തര നടപടി സ്വീകരിക്കാമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് വളരെ പെട്ടെന്ന് തന്നെ വേണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രവാസികളോടുള്ള അതേ നയം തന്നെയാണ് ഹജ്ജ് തീർത്ഥാടകരോടും എയർ ഇന്ത്യ കാണിക്കുന്നത്. അതിൽ മാറ്റം വരുത്തണം. യാത്രാ നിരക്ക് വർധന പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. നിരക്ക് കുറക്കാൻ എയർ ഇന്ത്യയോട് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടണമെന്നും PK കുഞ്ഞാലിക്കുട്ടി. ഫെയർ കുറച്ച് കൊടുക്കണം. ഇപ്പോ ബാക്കി കാര്യങ്ങൾ പിന്നല്ലേ. കാരണം റെഡിയായി നിൽക്കുന്ന ആളുകൾക്ക് ഹജ്ജ് മുടങ്ങും. അല്ലെങ്കിൽ അതാണ് അവർക്ക് അഫോർഡ് ചെയ്യാൻ കഴിയില്ല. അവർക്ക് ഇത്രയും വലിയ ഒരു ഭാരിച്ച ചെലവ് വഹിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഹജ്ജ് മുടങ്ങും. ഹജ്ജ് മുടങ്ങാതെ കേന്ദ്ര ഗവൺമെന്റ് നോക്കും. ഹജ്ജ് മുടക്കരുത്. കരിപ്പൂർ വിമാനത്താവളത്തെ അവഹേളിക്കുന്ന നീക്കമാണെന്ന് കേരള മുസ്ലിം ജമാഅത്ത്. 24,000 ഹാജിമാരിൽ 70% ഹാജിമാരും കാലിക്കറ്റ് എയർപോർട്ട് മുഖേന പോകുന്നവരും ദരിദ്രരും പരമദരിദ്രരും പ്രായാധിക്യമുള്ളവരാണ്. ഇവരോടുള്ള ഈ കൊടും ക്രൂരതയിൽ കേരള മുസ്ലിം ജമാഅത്ത് ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. പെട്ടെന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ പരിഹാരം കാണണമെന്നാവശ്യപ്പെടുന്നു. യാത്രാ നിരക്ക് കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിക്ക് കത്തയച്ചു. കരിപ്പൂർ വിമാനത്താവളത്തെ തകർക്കാനുള്ള നീക്കമാണെന്നാണ് വിവിധ സംഘടനകൾ ആരോപിക്കുന്നത്. 24 മലപ്പുറം. ക്ഷേമ പെൻഷൻ തുടരുമെന്ന് ധനമന്ത്രിയുടെ ഉറപ്പ്. ഫെബ്രുവരി 5-ന് അവതരിപ്പിക്കുന്ന ബജറ്റ് ജനപ്രിയമായിരിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ജനങ്ങൾക്ക് മേൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കില്ല എന്നും മന്ത്രി 24നോട് പറഞ്ഞു. അടുത്ത വർഷത്തെ പദ്ധതി പ്രവർത്തനങ്ങൾക്ക് ബജറ്റിൽ ഊന്നൽ നൽകും. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൃത്യമായി നൽകാനുള്ള നടപടികൾ ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. 24 എക്സ്ക്ലൂസീവ്. ലോക്സഭാ തെരഞ്ഞെടുപ്പും മറ്റു രാഷ്ട്രീയ വിഷയങ്ങളും മുന്നിൽ കണ്ട് കേന്ദ്രം കേരളത്തിന്റെ ധനകാര്യ വിഷയങ്ങളിൽ ഇടപെടുന്ന സാഹചര്യത്തിലാണ് ബജറ്റെന്ന് ധനമന്ത്രിയുടെ ആമുഖം. അപ്പോഴും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ കൂടുതൽ മെച്ചപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്താനാണ് ലക്ഷ്യമെന്ന് മന്ത്രി. നികുതി ഭാരം ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കില്ല. അതേസമയം ലഭിക്കേണ്ട നികുതി കൃത്യമായി പിരിച്ചെടുക്കും. അടുത്ത വർഷത്തെ പദ്ധതി പ്രവർത്തനങ്ങളിൽ ഊന്നുന്ന ബജറ്റ് ജനപ്രിയമായിരിക്കുമെന്നും KN ബാലഗോപാൽ. കേരളത്തിൻ്റെ വികസന കാര്യങ്ങളിൽ മുന്നോട്ട് പോക്കിന് പറ്റുന്ന തരത്തിലേക്കുള്ള
എല്ലാ ശ്രമങ്ങളും നടത്താനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. അതിനകത്തൊരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് സംസ്ഥാനത്തെ അടുത്ത വർഷത്തെ പദ്ധതി പ്രവർത്തനങ്ങളായിരിക്കും. അതിന് പറ്റുന്ന തരത്തിലേക്കായിരിക്കും ബഡ്ജറ്റിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. കേരളം എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് ജനങ്ങൾ ഉറ്റുനോക്കുന്നത്. എന്തായാലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിലേക്ക് കൂടുതൽ മെച്ചപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ബഡ്ജറ്റിൻ്റെ കാര്യം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൃത്യമായി നൽകുന്നതിനുള്ള നടപടികൾ ഉണ്ടാവും. കേന്ദ്രം ന്യായമായി തരേണ്ട കാര്യങ്ങൾ നിഷേധിക്കാൻ സാധിക്കില്ല. അത് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് ബജറ്റിൽ ആലോചിക്കുന്നത്. എന്നാൽ സംസ്ഥാനത്തിനുള്ള കേന്ദ്ര ഫണ്ട് ഇനിയും വെട്ടിക്കുറയ്ക്കുമെന്ന സമീപനത്തിലാണ് സംസ്ഥാനത്തെ BJP എന്നും കുറച്ചുകൂടെ വെട്ടിക്കുറയ്ക്കട്ടെ എന്നാണ് കോൺഗ്രസിന്റെ ആഗ്രഹമെന്നും മന്ത്രിയുടെ വിമർശനം. കുറച്ചുകൂടെ വെട്ടിക്കുറയ്ക്കട്ടെ എന്നാണ് കോൺഗ്രസിൻ്റെ ആഗ്രഹം. കാരണം അവർ കേരളത്തെ അല്ല ഇഷ്ടപ്പെടുന്നത്. കേരളത്തിനോടുള്ള താല്പര്യമാണെങ്കിൽ കേരളത്തിന് വെട്ടിക്കുറയ്ക്കരുതെന്നല്ലേ അവർ പറയേണ്ടത്. പ്രതിപക്ഷവും കൂടി BJPയുടെ കൂടെ ചേർന്നിട്ട് ഇവർ വെട്ടിക്കുറച്ചാൽ കൊള്ളാം, ഇവരിപ്പോൾ ഇച്ചിരി വിഷമിക്കട്ടെ. ജനങ്ങളാണ് വിഷമിക്കുന്നത്. പക്ഷേ ആ ജനങ്ങളെ വിഷമിപ്പിക്കാതിരിക്കാൻ കൂടുതൽ തൊഴിലുണ്ടാവാനും വരുമാനം ഉണ്ടാവാനും കൂടുതൽ നമ്മുടെ കേരളം മുന്നോട്ട് പോകാനും പറ്റുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ. മദ്യവിൽപ്പനയിൽ നിന്നല്ലാതെ ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി ഉൽപാദന മേഖലയിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. കോട്ടയം സീറ്റിനായി ചരടുവലി. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകാൻ കേരള കോൺഗ്രസ് നേതാക്കൾ അവകാശവാദം ഉന്നയിക്കുന്നതിൽ കോൺഗ്രസിന് അതൃപ്തി. ചർച്ചകൾ തർക്കങ്ങളിലേക്ക് നീണ്ടാൽ വിജയസാധ്യത കുറയുമെന്ന് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടി. നേതാക്കൾ വിവാദ പ്രസ്താവനകൾ ഒഴിവാക്കണമെന്ന് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. കേരള കോൺഗ്രസ് നേതൃത്വം UDFൽ കോട്ടയം സീറ്റ് ആവശ്യപ്പെട്ടതിന് പിന്നാലെ തന്നെ സ്ഥാനാർത്ഥിയാകാനുള്ള മോഹവുമായി നേതാക്കൾ രംഗത്ത് വന്നു. നേതാക്കളുടെ പരസ്യ പ്രതികരണം കോൺഗ്രസിൽ തർക്കത്തിനും വഴിയൊരുക്കി. ഇതാണ് കോൺഗ്രസിനെ ചൊടിപ്പിച്ചത്. ഇത്തരം ചർച്ചകൾ വിജയസാധ്യതകൾ ഇല്ലാതാക്കുമെന്നാണ് വിലയിരുത്തൽ. UDFന്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന പരാമർശങ്ങളിൽ നിന്ന് നേതാക്കൾ വിട്ടുനിൽക്കണമെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA 24നോട് പറഞ്ഞു. UDFന്റെ വിജയം പൂർണ്ണമായി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഐക്യത്തിൽ തന്നെയാണ്. അതെല്ലാവർക്കും അറിയാം. കേരളത്തിൽ ഐക്യത്തോടു കൂടി എന്ന് നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടോ അന്നെല്ലാം നല്ല വിജയം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഒറ്റ മനസ്സ് ഏകശില വിഗ്രഹം പോലെയല്ലേ കേരളത്തിലെ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ട് എന്തുണ്ടായി? നല്ല വിജയം ഉണ്ടായി. കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ PC തോമസ് ആണ് ആദ്യം സ്ഥാനാർത്ഥിയാകാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചത്. പിന്നാലെ KM മാണിയുടെ മരുമകൻ MP ജോസഫും അവകാശവാദം ഉന്നയിച്ചു. ഫ്രാൻസിസ് ജോർജ് മണ്ഡലത്തിൽ സജീവമായതോടെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പിലും PJ ജോസഫിന് മുന്നിൽ സീറ്റ് മോഹം അവതരിപ്പിച്ചിട്ടുണ്ട്. 24 കോട്ടയം. KSRTCയുടെ ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ലെന്ന ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ വാദത്തെ പിന്തുണച്ച് KSRTCയിലെ പ്രതിപക്ഷ സംഘടന ബസ്സുകൾ നഷ്ടത്തിലാണെന്നും ഡീസൽ ബസ്സുകൾ വാങ്ങണമെന്നുള്ള മന്ത്രിയുടെ പ്രസ്താവനയെ TDF സംസ്ഥാന പ്രസിഡന്റ് M. വിൻസെന്റ് MLA പിന്തുണച്ചു. ഇലക്ട്രിക് ബസ് ലാഭകരമാണെന്ന മാനേജ്മെന്റിന്റെ വാദം ശരിയല്ലെന്നും കോടികളുടെ നഷ്ടമാണ് ഉണ്ടാക്കുന്നതെന്നും TDF സംസ്ഥാന പ്രസിഡന്റ് M. വിൻസെന്റ് MLA. ബസിന്റെ ലാഭവിവരക്കണക്ക് പുറത്തുവിട്ടെങ്കിലും സ്വിഫ്റ്റ് കമ്പനിക്ക് മാത്രമാണ് ലാഭം. ബസിന്റെ റീപേയ്മെന്റ് ചെലവും ബാറ്ററി ചെലവും ഉൾപ്പെടെ KSRTC ആണ് വഹിക്കേണ്ടതെന്നും MLA. മാനേജ്മെന്റ് പുറത്തുവിട്ട കണക്ക് ഈ ഇലക്ട്രിക് ബസ്സിൽ നിന്ന് ഒരു ദിവസത്തെ വരുമാനം 6026 രൂപയാണ്. മാനേജ്മെന്റ് തന്നെ പുറത്തുവിട്ട ചെലവിന്റെ കണക്ക് 4753 രൂപയാണ്. മാനേജ്മെന്റിന്റെ കണക്ക് പ്രകാരം ഒരു ബസ്സിൽ നിന്ന് 1273 രൂപ അധികമായി ലഭിക്കുന്നു എന്നുള്ളതാണ് മാനേജ്മെന്റ് കണക്ക്. അപ്പം മാനേജ്മെന്റ് പറഞ്ഞ ചെലവിന് പുറമെ ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരു ചെലവാണ് ഈ ബസ്സിന്റെ റീപേയ്മെന്റും ബാറ്ററി ചെലവും. ഇത് ആര് കൊടുക്കണം? KSRTC ചെലവഴിക്കേണ്ട പൈസയാണ്. അങ്ങനെ നോക്കുമ്പോൾ മാനേജ്മെന്റ് പറഞ്ഞ 9392 രൂപയാണ് ഒരു ബസ്സിന്റെ ആകെ ചെലവ്. ഇവിടെയാണ് മാനേജ്മെന്റ് നടത്തുന്ന ഒരു കള്ളക്കളി നമുക്ക് കാണാൻ കഴിയുന്നത്. ചെലവിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ഈ സ്വിഫ്റ്റ് കമ്പനിക്ക് വരവും ചെലവും മാത്രമാണ് പറയുന്നത്. KSRTC അടയ്ക്കേണ്ടുന്ന കാര്യങ്ങൾ പറയുന്നില്ല. ബസ്സുകൾ വാങ്ങിയതിന്റെ പർച്ചേസ് ഓർഡറുകളോ ടെൻഡർ വിവരങ്ങളോ KSRTC പുറത്തുവിടാത്തതിൽ ദുരൂഹതയുണ്ട്. നടപ്പാക്കിയ പരിഷ്കാരങ്ങൾ കാരണം കോടികളുടെ നഷ്ടമുണ്ടാകുമ്പോൾ സർക്കാർ എന്തിന്
പർച്ചേസ് ഓർഡറുകൾ പുറത്തുവിടണം എന്ന് പറഞ്ഞ് അതിൻ്റെ വിവരങ്ങൾ ലഭ്യമാകണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിയമസഭയിൽ ചോദ്യം ചോദിച്ചിട്ട് പോലും KSRTC മാനേജ്മെന്റ് അത് ലഭ്യമാക്കാതെ വച്ചിരിക്കുന്നത് ദുരൂഹമാണ്. KSRTCയിൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ ഗതാഗത മന്ത്രി തയ്യാറാകണമെന്നും MLA പറഞ്ഞു. 24 തിരുവനന്തപുരം. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ പൂർത്തിയാവുകയാണ്. നമസ്കാരം.